ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ചോദിച്ചു ചെയ്യുക. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം VMware വർക്ക് സ്റ്റേഷൻ എല്ലാവരും ഈ ഒരു വിൻഡോ എല്ലാവർക്കും വന്നിട്ടുണ്ടോ? ആരെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാനാക്കി പറയാമോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, എനിക്ക് നെക്സ്റ്റ് പറഞ്ഞു പോകായിരുന്നു. എല്ലാവർക്കും ഈ ഒരു വിൻഡോ കിട്ടിയിട്ടുണ്ടോ? എന്നാലും ഞാൻ നെക്സ്റ്റ് പറയാൻ പോവാണ്. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കറക്റ്റ് ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? ഈ വിൻഡോ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഓപ്പൺ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സോ അതിനനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ ഇപ്പം എന്താ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രിയേറ്റിന് ഒരു പെർമിഷൻ കൊടുക്കുക. ഇതിൻ്റെ ഇപ്പം നമുക്ക് 2 ഓപ്ഷൻസ് ആയി ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ സിറ്റിക്കൽ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇതിൻ്റെ അക്കൗണ്ട് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത് എടുക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ ഇൻസ്റ്റാളർ ഡിസ്ക് ഇമേജ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ബ്രൗസ് ചെയ്യണം. ഇതിലേക്ക് ബ്രൗസ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ കളിനെക്സിൻ്റെ ഫയൽ എവിടെയാണോ കിടക്കുന്നത് അപ്പോൾ അത് എവിടെ ബ്രൗസ് ചെയ്യുന്നത് എവിടെയാണോ ഉള്ളതെന്നുള്ളത് കാണിക്കും. അപ്പോൾ എൻ്റെ ഇപ്പോൾ വിൻഡോസ് ഒന്നും ഇല്ലാണ്ട് കിടക്കും. സോ അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ലിസ്റ്റ് അടിക്കുന്നു. സോ നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കുറച്ചുണ്ട്. അതിൽ നമ്മൾ എന്താ ലിനക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ വേർഷൻ എന്താ ഡെബിയനാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഡെബിയൻ നമ്മൾ ഓട്ടോ സെലക്ട് ആയിട്ട് കിടപ്പുണ്ട്, നമ്മളൊന്നും മാറ്റണ്ട. നെക്സ്റ്റ് കൊടുക്കുക. വെർഷൻസിൻ്റെ പേര് നമ്മൾ മാറ്റണം. ഇവിടെ പേരെന്താ കൊടുക്കുന്നത്? നമ്മൾ 4 ലിനക്സ് കൊടുക്കും. ഇവിടെ നിങ്ങളുടെ ലൊക്കേഷൻ എവിടെ വേണമെന്നുള്ളത് ചോദിച്ചിട്ടാണ്. അത് നിങ്ങൾ വോയിസ് ക്ലിയർ അല്ല. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, sir. ഇപ്പം നമ്മളിതാ ഗൂഗിൾ എടുക്കുന്നു. നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. അടുത്ത നമുക്ക് ഡിസ്ക് സൈസ് ആണ് കൊടുക്കുന്നത്. ഡിസ്ക് സൈസ് ഒരു എന്താ 60 GB കൊടുക്കുക. സ്റ്റോർ വിർച്വൽ ഡിസ്ക് ആസ് സിംഗിൾ ഫയൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇത് കസ്റ്റമൈസ്ഡ് ഹാർഡ്വെയർ എന്നുള്ള ഓപ്ഷൻ. സോ ഇതിലേക്ക് പോയിട്ട് എന്താ മെമ്മറി ഒരു സെലക്ട് ചെയ്യുന്നു. ഇപ്പം 8 GB ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ റാം 8 GB ആണ് വരുന്നുണ്ടെങ്കിൽ 4096 കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 60 GB ആണെന്നുണ്ടെങ്കിൽ 812.1 പോകണം. സോ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് 2 പ്രോസസ്സർ
നമ്പർ ഓഫ് ഫോർ പ്രോസസ് നെറ്റ്. ഇത് നമ്മളിവിടെ നെറ്റ്വർക്ക് അഡാപ്റ്ററിന് ആട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ബട്ടൺ ഒന്നും ചെയ്യണ്ട. ക്ലോസ് ചെയ്യണം, ഫിനിഷ് ചെയ്യും. നമുക്ക് സ്റ്റാൾ കൊടുക്കുന്നതാണ്. നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കുമ്പോൾ അടുത്ത നമ്മളെന്താ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് ഇംഗ്ലീഷ് ഇപ്പൊ ഇത്രയും പറഞ്ഞത് ഓക്കെയാണ് എല്ലാവർക്കും? ഇത്രയും കിട്ടിയ എല്ലാവർക്കും പറയുന്നത് ഇതുവരെ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയോ ഇവിടെ? അപ്പൊ നമുക്ക് ഹോസ്റ്റ് നെയിം ചോദിച്ചിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് കാളിൽ വന്നിട്ടുണ്ട്. നമ്മൾ അത് തന്നെ കണ്ടിന്യൂ കൊടുക്കുക. സോ ഡൊമൈൻ നെയിം അവിടെ നമ്മളൊന്നും കൊടുക്കേണ്ട, ബ്ലാങ്ക് ആക്കി ഇട്ടിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നെയിം എന്താണ് കൊടുക്കുക? പാസ്വേഡ് കൊടുത്തിട്ട് പിന്നെ പാസ്വേഡ് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കും. ശരി, ഇതുവരെ ഉള്ളത് ആർക്കും ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ലല്ലോ? കറക്റ്റായിട്ട് ചെയ്തു തരാൻ പറ്റിയിട്ടുണ്ടല്ലോ കുറെ? ഓക്കെ അല്ലേ? പാർട്ടീഷൻ ഡിസ്ക് കണ്ടിന്യൂ കൊടുത്തിട്ട് ഇത് ഗൈഡഡ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ എന്നിട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. വൺ പാർട്ടീഷൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. സോ അടുത്ത് ഫിനിഷ് പാർട്ടീഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂ കൊടുക്കുക. സോ അടുത്ത് ചൂസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ യെസ് കൊടുക്കുക.
എറർ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണേ. ഇതുവരെ ആർക്കും എറർ ഒന്നും വന്നിട്ടില്ലല്ലോ. ടെക്സ്റ്റ് ചാറ്റ് ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. സൗണ്ട് ഇപ്പോഴും ക്ലിയർ അല്ല. സൗണ്ട് ക്ലിയർ ആണ്. നമ്മൾ സെലക്ട് ചെയ്യും. കടല് കൊടുക്കുക. കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ചെക്ക് ബോക്സ് യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ചെക്ക് ബോക്സിനെക്കാട്ടി കുറച്ചും കൂടെ സ്മൂത്ത് VMware ആണ്. ചെക്ക് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാങ് ഉണ്ടാകാനുള്ള ചാൻസ് ആണ്. ഓരോരുത്തരുടെ സിസ്റ്റം ചെറുതാണ്. എന്റെ സിസ്റ്റത്തിൽ കുറച്ച് ചെക്ക് ബോക്സ് കുറച്ച് ഹാങ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ VMware ആണ് യൂസ് ചെയ്യാറ്. ചെക്ക് ബോക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. ചെക്ക് ബോക്സ് കുറച്ച് ഹാങ് കൂടുതലാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ VMware കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് വന്നു. ആർക്കും കറക്റ്റ് ഈസി ചെയ്ത് എത്താൻ പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ആർക്കെങ്കിലും ഒക്കെ?
എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആവുന്നില്ലേ? Yes, sir. ബാക്കി നിങ്ങൾക്ക് ആർക്കും അറിവൊന്നുമില്ലല്ലോ. വിശേഷം എല്ലാവർക്കും അത് കണ്ടിന്യൂ ആവുന്നില്ലേ?
എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അത് വർക്ക് ആവുന്നില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും എറർ വല്ലതും വന്നിട്ടുണ്ടോ? ഓ, എന്തെങ്കിലും എന്താന്നുള്ളത് പറഞ്ഞു എല്ലാം ചെയ്തു വന്നേക്കുന്നു. ഇഫറ് പറഞ്ഞു എവിടെ മിസ്സായ? കറണ്ട് സ്റ്റേജ് എന്താണെന്നുള്ള പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. എന്നുള്ള കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് മതിയല്ലോ. ഹലോ, അതെ ഞാന് ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോ ഇവിടെ നെറ്റ് കുറവാ, അപ്പൊ ഇപ്പഴാണ് സ്റ്റേബിൾ ആയേ. അപ്പൊ ഫസ്റ്റ് തൊട്ട് തന്നെ മിസ്സായി. ഞാൻ ജസ്റ്റ് ഇത് ഡൗൺലോഡ് ആക്കിയിട്ടുള്ളൂ. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് നിമിഷം കൊടുക്കുക. ഇത് കൊടുത്തു. പക്ഷെ ഇവിടെ എന്താ ഫസ്റ്റ് നമുക്ക് ഓൾറെഡി സെലക്ടഡ് ആയിട്ട് ഒരു ഓപ്ഷൻ കിടപ്പുണ്ടാവും. ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അത് കൊടുക്കുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യും. ഇവിടെ നമ്മൾ എന്താ ഫയൽ ബ്രൗസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇതുപോലെ കൊടുത്തു, നെക്സ്റ്റ് കൊടുക്കുന്നു. സോ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് വരും. ഇത് കൊടുക്കുക. ഇത് നമ്മൾ കൊടുക്കുക. ഈ ഭാഗമല്ല ജെനിഫറിന് മിക്സ് ആയത്. ആ ഭാഗം ഒന്നും കൂടി പറയൂ, ക്ലിയർ ആയില്ല. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ന്യൂ വെർച്വൽ മെഷീൻ കൊടുക്കും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട് കറക്റ്റ് ആയിട്ട്? ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ക്ലിയർ. ഫസ്റ്റ് തന്നെ ഈ ഓട്ടോ സെലക്ട് ആയിട്ട് ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, കാണാമല്ലോ. ടൈപ്പ് വേറെ ടിപ്പിക്കൽ എന്ന് പറയും, ഇത് റെക്കമെൻഡ്. ഈ ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. സോ ഇൻസ്റ്റാൾ ഡിസ്ക് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക. സോ ഇവിടെ ഏതാണോ നിങ്ങളുടെ ഫയൽ അത് സെലക്ട് ചെയ്യുക. ക്ലോസ് ചെയ്ത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. വേർഷൻ ഇതെല്ലാം ഓട്ടോ സെലക്ട് ആയിട്ട് കിടപ്പുണ്ട്, നമ്മളൊന്നും ചെയ്യണ്ട. നെക്സ്റ്റ് ഓപ്ഷനിൽ വെർച്വൽ മെഷീന്റെ നെയിം ഈ കാലിനെക്സ് എന്ന് കൊടുക്കും. ഇതിന്റെ ലൊക്കേഷൻ മിക്കവാറും OneDrive ഒക്കെ ആയിരിക്കും ഓട്ടോ സെലക്ട് ആയിട്ട് കിടക്കുന്നത്. നിങ്ങളുടെ ഇതിലേക്ക് ആക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. സ്പേസിനും മറ്റ് ഇഷ്യൂസിനും ഒക്കെ ആയിട്ട് നെറ്റൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി. ഇവിടെ ഞാൻ എന്താ ചെയ്തിട്ടേക്കുന്നുണ്ടാണെങ്കിൽ സാധനം ഇങ്ങനെ വന്നത് ഇത് എന്താ ഡിസ്ക് കപ്പാസിറ്റി കൊടുക്കുക. ഇത് 60 GB കൊടുക്കുക. 60 GB 60. സോ എന്നിട്ട് സ്റ്റോറേജ് വെർച്വൽ ഡിസ്ക് ക്ലാസ് സിംഗിൾ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. സോ
കസ്റ്റം ഹാർഡ്വെയർ കൊടുത്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. ഞാനിപ്പോ ബ്രൗസ് ചെയ്തപ്പോ നമ്മൾ എന്ത് ഫയലാ ചൂസ് ചെയ്യണ്ടേ? ലിനക്സിന്റെ ഫയൽ ഫയല് ഡൗൺലോഡ്സിലായിരിക്കും വന്ന് ഡൗൺലോഡ് ആയി കിടക്കുന്നത്. ഡൗൺലോഡ് ആയിക്കുന്ന അത് കൊടുക്കുക, ചെക്ക് ചെയ്താൽ മതി. എവിടെ തൊട്ടാ അപ്പൊ ബാക്കി കേട്ടത് കറക്റ്റ് ആയിട്ട്? ഞാന് ഇത്രയും നേരം ഇഷ്യൂ ഉണ്ടായി അതാ. നമ്പർ ഓഫ് കോർ പ്രോസസ് ഇതിന്റെ പ്രോസസ്സേഴ്സിന്റെ ഇത് അടുത്ത് വരുന്നു. ഹാർഡ്വെയർ എടുക്കണം ഫസ്റ്റ്. ഇവിടെ നമ്മൾ കസ്റ്റം ഹാർഡ്വെയർ എടുത്തിട്ട് ഇത് മെമ്മറി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു കണ്ട. ഇപ്പം 4096 ഇത് 8 GB റാം ആണെങ്കിലാണ് 16 GB റാം ആണ് നിങ്ങൾക്ക് സിസ്റ്റത്തിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8192 കൊടുക്കും, 8192 എനിക്ക് കൊടുക്കും. പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് 2, നമ്പർ ഓഫ് കോർ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് അതും 2 കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ വെർച്വൽ മെഷീൻ സെലക്ട് ആവും. ഓക്കെ, പവർ ഓൺ കൊടുക്കുക. കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ സ്പോട്ടിൽ തന്നെ ചോദിച്ചു. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവ് വന്നാലോ എന്തെങ്കിലും സ്റ്റക്കായാലോ, പക്ഷെ ഇതൊക്കെ ചെയ്യുന്നവർക്ക് സ്റ്റക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ സ്റ്റോറേജ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. ഇപ്പൊ എൻ്റെ തന്നെ ചെയ്ത് സ്റ്റോറേജ് ഇഷ്യൂസ് ഉണ്ടാകും, നമ്മൾ കണ്ടതല്ലേ ലൈവായിട്ട്. ഇതിൽ ഞാൻ ഡ്യുവൽ ബൂട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ലിനക്സും വിൻഡോസും കൂടെ യൂസ് ചെയ്യുന്ന ആളാണ്. വിൻഡോസ് സ്പേസ് ഭയങ്കര കുറവായിട്ടാണ് നമ്മൾ വിൻഡോസ് അത് യൂസ് ചെയ്യാറുണ്ട്. ജെനിഫറിന് ഇതുവരെ ചെയ്യാൻ പറ്റിയോ? ഓക്കെ ആണോ? ഞാൻ ചെയ്ത് വരണുള്ളൂ, സ്റ്റോറേജ് ശരിയായിട്ടില്ല. ചോദിച്ചോളൂ. ഇല്ല, ഡൗൺലോഡ്സിൽ ലിനക്സിന്റെ ഫോൾഡർ കാണാനില്ല. ഡൗൺലോഡ് ചെയ്തിട്ടില്ലേ? ലിനക്സിന്റെ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ല? ഇന്നലെ അയച്ച ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായി. മറ്റേ ലിനക്സിന്റെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല? ഞാൻ കാണിച്ചു തന്നില്ലേ ലിനക്സ് എങ്ങനെ ചെയ്യുന്നത്? ഇൻസ്റ്റാൾ ചെയ്യണം, ഡൗൺലോഡ് ചെയ്യേണ്ട ഫയൽ ചെയ്തില്ല. അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലേ, ചെയ്യാതെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ചെയ്യുന്നുണ്ടാണ്. അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയാമോ? ഇല്ല. ക്ലാസ്സിൽ ഫുള്ളായിട്ട് കേട്ടിട്ടില്ലായിരുന്നു. എനിക്ക് ഫസ്റ്റ് തൊട്ട് കണക്ഷൻ പോയി കിടക്കായിരുന്നു. ഞാൻ ലൊക്കേഷൻ മാറിയപ്പോ ഇപ്പൊ ശരിയായുള്ളൂ. ഗൂഗിളിൽ ലിനക്സ് സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് വരുന്ന സൈറ്റിൽ കയറുക. ഇതിനകത്ത് നമുക്ക് 2 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാകുക, ഒന്ന് വെർച്വൽ മെഷീനും ഒന്ന് ഇൻസ്റ്റാളർ ഇമേജ്. ഇതൊന്ന് ഇൻസ്റ്റാളർ ഇമേജ് കൊടുക്കുക. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നതാണ് റെക്കമെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കും, ഇൻസ്റ്റാളർ. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്താണ്. ഇത് അത്യാവശ്യം ടൈം എടുക്കും, ഒരു 1.25 മണിക്കൂറിനടുത്ത്. നിങ്ങൾ നെറ്റിന്റെ സ്പീഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് എടുക്കും. ഡിപ്പെൻസ്, ചിലപ്പോൾ 1 hour വരെ എടുക്കാം. അപ്പൊ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്യുക. ഇതിപ്പം ജെനിഫർ എന്താണ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് സെറ്റപ്പ് ചെയ്ത ടൈമിൽ എന്നോട് ചോദിച്ചാൽ മതി, വാട്സപ്പിൽ ചോദിച്ചാൽ മതി, ഞാനത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അല്ല നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കത് വിഷയമാണ്. ഇപ്പൊ ബാക്കിയുള്ളവരുടെ സ്റ്റേജ് എന്താണ്? എന്തെങ്കിലും ഇറവോ വല്ലതും ഉണ്ടോ വെച്ചാൽ
ഇതിൽ എവിടെയെങ്കിലും എറർ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അത് പല ഇഷ്യൂസും ഉണ്ടാവും. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകണം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ ചോദിച്ച് പോവുക. അതുകൊണ്ടാണ് ഈ ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. സാർ ഈ പാസ്വേഡ് കറക്റ്റ് അടിച്ചിട്ട് ഇൻകറക്റ്റ് ആണെങ്കിൽ അത് റീസെറ്റ് ചെയ്യാൻ വല്ല ഇതുണ്ടോ? ആണോ കൊടുത്തത്? പാസ്വേഡ് കൊടുത്തത് കറക്റ്റ് ആണെന്ന് ഉറപ്പാണോ? കറക്റ്റ് ആണെന്ന് എന്ന് വെച്ചാൽ കറക്റ്റ് പാസ്വേഡ് തന്നെ ആയിരുന്നു വെച്ചാൽ, പക്ഷെ ഇപ്പോൾ ഇൻകറക്റ്റ് കാണിക്കുന്നു ലോഗിൻ ചെയ്യുമ്പോൾ. കറക്റ്റ് ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു പാസ്വേഡ് കൊടുത്തിട്ടും. ആരായാലും ഇപ്പൊ പറഞ്ഞത് ചെക്ക് ചെയ്തായിരുന്നു സാർ. എന്താണ് എന്തെങ്കിലും എറർ വല്ലതും ഉണ്ടോ? നിങ്ങൾ കറക്റ്റായിട്ട് അറിയിച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ചോദിച്ച ആളാരാണോ അവര് എനിക്കൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ അത് പറഞ്ഞു പോയാൽ ബാക്കിയുള്ളവർക്ക് സർവീസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ സാർ. ബാക്കിയുള്ളവരുടെ സ്റ്റേജ് എന്താ? ദൈവം എന്താണ് അവസ്ഥ? സാർ ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഓൾറെഡി കാലിനക്സ് ഇൻസ്റ്റാൾഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇതിൽ GB ഡാറ്റ കൂടുതൽ ആ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ ചെയ്യാൻ നിന്നിരുന്നില്ല. ഇപ്പൊ സാറ് പറഞ്ഞ VMware സ്മൂത്ത് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ അത് ട്രൈ ചെയ്യാൻ ഇപ്പൊ നോക്കണുള്ളൂ. ബട്ട് എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് കാലിനക്സ്. വേറെ ആരെങ്കിലും? ആദിത്യ, ഇതാണ് സ്റ്റേജ്. നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നല്ലതാണ്. എല്ലാവർക്കും ഓക്കെ? എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ കറണ്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ വന്നേക്കുന്നത്? ഓപ്പൺ ആയി കാളിനെക്സ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ഡൗൺലോഡ് ആയി സെറ്റപ്പ് ആയി ഓപ്പൺ ആയോ? ഓക്കെ. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവരും ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യാവോ? എല്ലാവർക്കും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് ഒന്ന് ജസ്റ്റ് റിപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഹെൽപ്പായിരിക്കും. മുമ്പോട്ട് കുറച്ചും കൂടെ ഇതായിട്ട് പോവാം. ചെയ്താൽ കൊള്ളാം. ടെക്സ്റ്റ് ചെയ്യും. വേറെ ആർക്കും ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഒരാൾ മാത്രമേ ഇഷ്യൂ പറഞ്ഞിട്ടുള്ളൂ. വേറെ ആർക്കും വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ?
എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അറിയിക്കുക. അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നല്ല നല്ല രീതിയിൽ അത് ബുദ്ധിമുട്ടാവും. ഓക്കെ, എന്താണ് എടുത്തെടുത്ത് ഞാൻ ചോദിക്കുന്നത്. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് തീയതി പറയാൻ എല്ലാവരുടെയും സെറ്റപ്പ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ കുറച്ച് തിയറി പറയാം. സോ നാളെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാൾ ആകും, എൻ്റെ കുറച്ച് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് കുറച്ച് ടൈം കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് കുറച്ച് തിയറി പറയാം. ഓക്കെ, വെബിനാർ കഴിഞ്ഞോ? ചോദിച്ചു കേട്ടില്ല. ആരായിരുന്നു പറഞ്ഞത്? ആരാ ചോദിച്ചത്? എൻ്റെ ആയില്ല. എല്ലാവർക്കും കിട്ടിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ നമുക്കിപ്പം കുറച്ച് തിയറി ഒന്ന് പറയാം. എന്താണ് ലിനക്സ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളൊന്ന് പറഞ്ഞില്ല. ഓക്കെ, ഓക്കെ. അപ്പം നമുക്ക് ലിനക്സ് ഫണ്ടമെന്റ്സ് ആണ് ഫസ്റ്റ് മെയിൻലി. സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുന്ന ഒരാൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലിനക്സ് ആണ്. ഓക്കെ, സൈബർ സെക്യൂരിറ്റി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു OS എന്ന് പറഞ്ഞാൽ അത് ലിനക്സ് ആണ്. ഇപ്പൊ എന്താ, ഇപ്പൊ കോമൺലി എല്ലാവരും ലിനക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. വിൻഡോസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ എന്താ, പക്ഷേ നമുക്കിപ്പോൾ സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ ലിനക്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിൻഡോസ് യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിനക്സ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ലിനക്സിന് അതിൻ്റെതായിട്ടുള്ള എന്താ പ്രാധാന്യമുണ്ട്. ഓക്കെ, എന്താണ് ലിനക്സ്? ലിനക്സ് എന്താ? ആരെങ്കിലും പറയാമോ എന്താ ലിനക്സ് എന്നുള്ളത്? ഇറ്റ്സ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. നമുക്ക് കമാൻഡ്സ് വെച്ചിട്ട് നമുക്ക് വീണ്ടും റീറൈറ്റ് ചെയ്യാം. നമ്മുടെ ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് ആണ്. ഓക്കെ, ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? യൂസറിനും ഹാർഡ്വെയറിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ വിൻഡോസ്, മാക്OS, ലിനക്സിന്റെ മെയിൻ ആയിട്ടുള്ള എന്താ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലിനക്സിന്റെ സോഴ്സ് കോഡ് എന്താ എല്ലാവർക്കും അത് അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഡെവലപ്പറിന് അത് ആർക്ക് വേണേലും അതിൽ എന്താ ചേഞ്ചസ് വരുത്താനും പറ്റും. ഇപ്പം കറന്റ് അതിന്റെ അപ്ഡേറ്റ്സ് എന്താണോ അതിൽ നിന്ന് കുറച്ചും കൂടെ അപ്ഡേറ്റ് ആക്കാനും എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനും ഒക്കെ ആർക്ക് വേണേലും പറ്റും. ഓക്കെ, പിന്നെന്താ സെക്യൂർ ആണ്. ലിനക്സിൽ എന്താ ഒരു ശക്തമായ പെർമിഷൻ സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ മാൽവെയറും വൈറസും ഒക്കെ വിൻഡോസ് വൈറസും ഒക്കെ വിൻഡോസിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഓക്കെ, പിന്നെ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ
സെർവറുകൾ വർഷങ്ങളോളം റീസ്റ്റാർട്ട് ചെയ്യാതെ തന്നെ പ്രവർത്തിക്കാനായിട്ട് ലിനക്സിന് സഹായിക്കാൻ പറ്റും. ലിനക്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ റിലയബിൾ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സിസ്റ്റംസ് ലിനക്സിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ മൾട്ടി യൂസർ സപ്പോർട്ട് മൾട്ടിപ്പിൾ യൂസേഴ്സ് ആൻഡ് ടാസ്ക് സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമുക്ക് പല ആപ്ലിക്കേഷൻസ് നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ലിനക്സ് ഡിസ്ട്രോസ് ഏതൊക്കെയാണെന്ന് അറിയാവോ? എക്സ്റ്റേണൽസ് എല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷെ അതിന്റെ പല ടൈപ്പ് ഓഫ് വേർഷൻസ് ആണ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് ഉബുണ്ടു, ഡെബിയൻ, കാളി ലിനക്സ്, പാരക്ടേഴ്സ്, ആർസിലിൻസ്. ഇപ്പം കോമൺലി എല്ലാവരും കേട്ടിട്ടുള്ള കുറച്ച് ഡിസ്ട്രോസിൽ ഒന്നായിരിക്കും ഉബുണ്ടു എന്ന് പറയുന്നത്, അല്ലേ? ഉബുണ്ടു ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഓയിസ് അല്ലേ, ഒരു ഡിസ്ട്രോ അല്ലേ? ടൈസ സ്കൂളുകളിലൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉബുണ്ടു ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഉബുണ്ടു കേട്ടിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ കാളിനെക്സ് ആയിരിക്കാം. ഇപ്പൊ ഇനി സൈബർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരല്ലേ, CS പഠിക്കുന്ന ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ കാളിനെക്സ് ആയിരിക്കാം. സോ പിന്നെയെന്ന് പറഞ്ഞാൽ പാരറ്റോയ്സ് ചിലപ്പോൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവാം. അപ്പം അത് എല്ലാവരും കേട്ടിട്ടുണ്ടാവണമെന്നില്ല. അതുപോലെ ആർച്ച് ലിനക്സ് എന്ന് പറയുന്നതും എല്ലാവരും കേട്ടിട്ടുണ്ടാവണമെന്നില്ല. ഓക്കെ. ലിനക്സ് എന്താന്നുള്ളത് മനസ്സിലായോ? അടുത്തെന്ന് പറഞ്ഞാൽ വൈ ലിനക്സ് ഫോർ സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റിക്ക് എന്തിനാണ് ലിനക്സ് യൂസ് ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ചുമ്മാ പറഞ്ഞു. സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് ലിനക്സ് ഉപയോഗിക്കുന്ന പല ടൈപ്പ് കാരണങ്ങളുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യമാണ് പവർഫുൾ കമാൻഡ് ലൈൻ ആണ്. പവർഫുൾ കമാൻഡ് ലൈൻ ഇന്റർഫേസ് ഉണ്ട്. വെച്ചാൽ ലിനക്സ് ലിനക്സിന്റെ ടെർമിനൽ ഭയങ്കര പവർഫുൾ ആണ്. അത് കുറച്ച് അടിപൊളിയാണ്. ഓക്കെ. മിക്ക സെക്യൂരിറ്റി ടൂൾസും കമാൻഡ് ലൈൻ വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. പിന്നെന്താ ഓട്ടോമേഷൻ സപ്പോർട്ട് ഓട്ടോമേഷൻ യൂസിങ് ഷെൽ സ്ക്രിപ്റ്റ്സ്. ഷെൽ സ്ക്രിപ്റ്റ്സ് ഉപയോഗിച്ചിട്ട് ഒരേ ജോലി പലതവണ ചെയ്യാനായിട്ട് ഓട്ടോമേഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ലിനക്സിൽ. ഓക്കെ. പിന്നെന്താ ലാർജ് കളക്ഷൻ ഓഫ് സെക്യൂരിറ്റി ടൂൾസ്. ലിനക്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് നിരവധി ടൂൾസ് ലഭ്യമാണ്. ഓക്കെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് എൻമാപ്പ്, വയർസാർക്ക്, അതുപോലെ തന്നെ മെറ്റാസ്പ്ലോയിറ്റ്, സ്വീറ്റ്, അതൊക്കെ. ഓക്കെ. പിന്നെ സെക്യൂർ പെർമിഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ യൂസറുകൾക്ക് ആവശ്യമായ പെർമിഷൻ മാത്രമേ നമുക്ക് നൽകാനായിട്ട് പറ്റും. പിന്നെ ഹൈലി കസ്റ്റമൈസബിൾ ആണ് എന്ന് പറഞ്ഞാൽ ലിനക്സിനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റാനായിട്ട് നമുക്ക് കഴിയും. പിന്നെന്താ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഫോർ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ പെൻടെസ്റ്റേഴ്സ്, സോക്ക് എഞ്ചിനീയേഴ്സ്, ക്ലൗഡ് എഞ്ചിനീയേഴ്സ് തുടങ്ങിയവരൊക്കെ ലിനക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ ഇതിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂസ്ഡ് ബൈ ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇത്ര ഓക്കെ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ. ലിനക്സ് ആർക്കിടെക്ചർ. ലിനക്സ് ആർക്കിടെക്ചറിന്റെ ലിനക്സ് ആർക്കിടെക്ചർ നമുക്ക് 4 ഭാഗങ്ങളായിട്ട് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെയാണ് യൂസർ, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ കേർണൽ, നാലാമത്തെ ഹാർഡ്വെയർ. ഓക്കെ. യൂസർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആരാണോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, അത് ആരാണ് ആ വ്യക്തി, അവരാണ് യൂസർ. ഓക്കെ. ഇപ്പം ഷെല്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് യൂസർ ഇതിനകത്ത് ചെയ്യുന്നത് നമുക്ക് പറയാതെ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഷെല്ലെന്ന് പറഞ്ഞാൽ യൂസർ നൽകുന്ന കമാൻഡ് സ്വീകരിക്കുന്നു, അവരാണ് ഷെല്ലെന്ന് പറഞ്ഞത്. ഇപ്പം ജസ്റ്റ് നമ്മൾ ഇനി മുമ്പോട്ട് ചെയ്തു പോകുന്നതനുസരിച്ച് നമ്മൾ LS, PWD, മേക്ക് ഡയറക്ടറി എന്നൊക്കെ പറഞ്ഞുള്ള കമാൻഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് സ്വീകരിക്കുന്നതാണ് ഷെല്ലെന്ന് പറഞ്ഞത്. ഓക്കെ. നമ്മൾ കൊടുക്കുന്ന ഈ കമാൻഡ്സ് ഒക്കെ അത് മനസ്സിലാക്കിയിട്ട് കേർണലിന് അത്
അയച്ചു കൊടുക്കുന്നു. ഇതാണ് സെല്ല് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേണൽ എന്ന് പറഞ്ഞാൽ എന്താ? കേണൽ എന്ന് പറഞ്ഞാൽ ലിനക്സിന്റെ ഹാർട്ടാണ്. ഓക്കെ, അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? കേണലിൽ എന്തൊക്കെയാണ് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ മെമ്മറി, പ്രോസസ്സേഴ്സ്, ഫയൽസ്, ഹാർഡ്വെയർ ഡിവൈസസ്, അതുപോലെ തന്നെ CPU പോലുള്ള കാര്യങ്ങളൊക്കെ എന്താ കേണലാണ് എന്താ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ പാർട്സ് ആണ് ഹാർഡ്വെയർ എന്ന് വെച്ചാൽ അതിലെന്താ CPU, റാം, സ്റ്റോറേജ്, കീബോർഡ്, മൗസ്, മോണിറ്റർ, നെറ്റ്വർക്ക് ഡിവൈസസ് എല്ലാം എന്താ ഹാർഡ്വെയറിലാണ് വരുന്നത്. ഓക്കെ ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ് സാർ. ചോദിച്ചോളൂ. ആരെന്താ ചോദിക്കാമെന്നില്ല, ചോദിച്ചോ. ഇവിടെ ചോദിച്ചതല്ല, യെസ് സാർ എന്ന് പറഞ്ഞതാ. കേട്ടില്ല. യെസ് സാർ എന്ന് പറഞ്ഞതാ, ചോദിച്ചതല്ല. ഓക്കെ ശരി ശരി. ഓക്കെ ഓക്കെ, അപ്പൊ ലിനക്സ് ആർക്കിടെക്ചർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് പറഞ്ഞാൽ GUI എന്താ CLI ആണ്. ഓക്കെ, എന്താ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് രണ്ട് രീതികളാണ് നമുക്കുള്ളത്. ഓക്കെ, ഒന്ന് GUI എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു GUI എന്താണ്? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. പറഞ്ഞാൽ എന്താ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? സോ ബേസിക്കലി നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ആയിട്ടെല്ലാം കാണുന്നത് ഓരോ എലിമെന്റ്സ് ആയിട്ട്, ഗ്രാഫിക്സ് ആയിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ GUI എന്ന് പറഞ്ഞാല് മൗസ് ഉപയോഗിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ വിൻഡോസ് ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ഉബുണ്ടു ഡെസ്ക്ടോപ്പ് ഒക്കെ എന്താ നമുക്ക് മൗസ് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, GUI യൂസ് ചെയ്യുന്ന വെച്ചാൽ മൗസ് വെച്ചിട്ടാണ്. അതുപോലെ എന്താ ബിഗിനേഴ്സിന് ഈസി ആയിട്ടാണ് അത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഓട്ടോമേഷൻ ഭയങ്കര കുറവായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. പിന്നെന്താ മോർ റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ CLI എന്ന് പറഞ്ഞപ്പോൾ എന്താ? CLI എന്ന് പറഞ്ഞാൽ കമാൻഡ് ലൈൻ ഇന്റർഫേസ് എന്നാണ്. ഓക്കെ, ഇപ്പൊ ലിനക്സിലൊക്കെ എന്താ നമ്മൾ കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആണ് യൂസ് ചെയ്യുന്നത് മൊത്തത്തിൽ. നമുക്കിപ്പം പറഞ്ഞ പോലെ തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ നമ്മൾ കമാൻഡ് അടിച്ച് തന്നെ അതിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം CLI എന്ന് പറഞ്ഞാൽ കീബോർഡ് ഉപയോഗിച്ച് എന്താ കമാൻഡ്സ് നൽകി യൂസ് ചെയ്യുന്നതാണ് CLI. ഓക്കെ, സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് CLI എന്ന് പറഞ്ഞാൽ കമാൻഡ് ലൈൻ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ നമുക്ക് ഇത് തമ്മിലുള്ള കമ്പാരിസൺ പറയാനുണ്ടെങ്കിൽ ഇപ്പൊ GUI എന്ന് പറഞ്ഞാൽ ഈസിയാണ്, വിഷ്വലാണ്. ഇപ്പം വിഷ്വലാണ്, സോ പെട്ടെന്ന് ഒരാൾക്ക് എന്താ ഒരു ബിഗിനേഴ്സിന് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷെ CLI എന്ന് പറയുമ്പോൾ എന്താ ഭയങ്കര ഫാസ്റ്റർ ആണ്, പവർഫുൾ ആണ്. ഓട്ടോമേഷൻ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് CLIയും GUIയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അടുത്ത പറഞ്ഞാൽ നമുക്ക് ലിനക്സ് പോളിസി. ആ പറഞ്ഞത് ഓക്കെ അല്ലേ? GUIയും CLIയും തമ്മിൽ പറഞ്ഞത് ഓക്കെ അല്ലേ? അപ്പൊ ലിനക്സ് ഫയൽ സിസ്റ്റത്തിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഒരു ഇത്. / റൂട്ട് etc യൂസർ r bin. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് ഡയറക്ടറീസ് ആണ് കേട്ടോ. കാണുന്നല്ലാതെ ലിനക്സിൽ എല്ലാ റൂട്ട് ഡയറക്ടറി എന്താ / മുതലാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇത് പ്രധാന ഡയറക്ടറീസ് എന്ന് പറഞ്ഞാൽ /home /root /etc /user /var /temp/bin. ഓക്കെ, ഇത് എന്താ /home എന്ന് പറഞ്ഞാൽ എന്താ യൂസറിന്റെ പേഴ്സണൽ ഫയൽസ് ആയിരിക്കും അതിലുണ്ടാകുക. ഓക്കെ, ഇനി /root എന്ന് പറഞ്ഞാൽ എന്താ അഡ്മിനിസ്ട്രേറ്റർ അല്ല എന്താ റൂട്ട് യൂസറിന്റെ എന്താ ഹോം ഫോൾഡർ ആയിരിക്കും അതെന്ന് പറഞ്ഞു. ഇനി /etc എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ ഫയൽസ് ആണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് കാണാനും യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, ഈ /user എന്ന് പറഞ്ഞാൽ എന്താ അത് ഇൻസ്റ്റാൾഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും, പക്ഷേ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ആയിരിക്കും. ഈ /var എന്ന് പറഞ്ഞാൽ എന്താ സിസ്റ്റം ലോഗ്സ് അല്ല എന്താ ലോഗ് ഫയൽസ് ആണ്. ഓക്കെ, /temp എന്ന് പറഞ്ഞാൽ അത് ടെമ്പററി ഫയൽസ് ആയിരിക്കും അതിൽ. ഓക്കെ, /bin എന്ന് പറഞ്ഞാൽ എന്താ എസൻഷ്യൽ സിസ്റ്റം കമാൻഡ്സ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് നമുക്ക് ഇങ്ങോട്ട് ക്ലാസ്സിൽ പോകുന്നതനുസരിച്ച് നമുക്ക് പറയാം. ഓക്കെ,
ഓക്കെ, നമുക്ക് എന്നാ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇത്രയും പറഞ്ഞല്ലോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? കാളിനെക്സ് സെറ്റപ്പ് ചെയ്യാനൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്നാ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഇറങ്ങുക.